വീട്ടിലേക്കുള്ള പാലം തകർന്ന് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. പടിഞ്ഞാറക്കല്ലട ഐത്തോട്ടുവ മലയാറ്റൂർമുക്കിന് സമീപം തോടിന് കുറുകെയുള്ള കോൺക്രീറ്റ് നടപ്പാലം തകർന്ന് വീട്ടമ്മ മരിച്ചു. ഐത്തോട്ടുവ പുല്ലാഞ്ഞിയിൽ വിഷ്ണുവിലാസം ശ്രീധരൻ ആചാര്യയുടെ ഭാര്യ ഓമനയാണ് മരിച്ചത്. തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളിയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ടാണ് സംഭവം. വീട്ടിൽ നിന്നും അടുത്തുള്ള അക്ഷയ സെന്ററിൽ പോയ ഓമന രാത്രിയായിട്ടും മടങ്ങി എത്താത്തതിനെ തുടർന്ന് അന്വേഷിച്ചിറങ്ങിയ ഭർത്താവാണ് പാലം തകർന്നു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ കോൺക്രീറ്റിന് അടിയിൽ കുടുങ്ങിയ നിലയിൽ ഓമനയെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ശാസ്താംകോട്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. 40 വർഷത്തിലധികം പഴക്കമുള്ള പാലമാണ് തകർന്നത്. വീട്ടമ്മയുടെ മരണം ദാരുണമാണെന്ന് പഞ്ചായത്ത് അധികൃതരും രാഷ്ട്രീയ പ്രതിനിധികളും പ്രതികരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. വർഷങ്ങളോളം പഴക്കമുള്ള ഈ പാലത്തിലൂടെ ആളിതുവരെ ആരും നടന്നു പോകാനായിട്ട് ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഇത്തരം വീടുകളിൽ പോകുന്നതിന് വേണ്ടിയുള്ള സംവിധാനത്തിലേക്ക് പാലം വേറെ നിർമ്മിച്ചിട്ടുള്ളത് കൊണ്ട് ഈ പാലത്തിന്റെ ഒരു ആവശ്യമില്ല. അതുമല്ല, ഈ പാലം വേറൊരാളുടെ വസ്തുവിലേക്ക് പോകുന്നത് കൊണ്ട് അവിടെ മറ്റ് ഒരാൾക്ക് പോലും യാത്ര ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പാലത്തിന്റെ ആവശ്യം ഇല്ല എന്നുള്ള ബോധ്യപ്പെട്ടുകൊണ്ടാണ് മറ്റേ സ്ഥലങ്ങൾ നിർമ്മിച്ചത്. എന്നാൽ തൊട്ടടുത്ത വീടുകളായതുകൊണ്ട് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്ന സ്വാഭാവികമാണ്. ഇത് വൈകിട്ട് 5:30ക്കാണ് സംഭവിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആരും ഇങ്ങനൊരു സംഭവം നടന്നറിഞ്ഞില്ല. രാത്രി 7 മണി കഴിഞ്ഞപ്പോഴാണ് ആരോ ഈ മാതാവിൻ്റെ ശരീരം കൈയൊക്കെ വെളിയിൽ കണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഫയർഫോഴ്സിനെയും ബാക്കിയുള്ള അവരെയും വിളിച്ചത്. എന്തായാലും ഫയർഫോഴ്സ് എത്തുന്നതിന് മുമ്പ് തന്നെ നാട്ടുകാർ ആ ഹോസ്പിറ്റലിൽ എത്തിച്ചു. എന്തായാലും വളരെ ദാരുണമായ സംഭവമായിപ്പോയി എന്നുള്ളതാണ് പറയാനുള്ളത്. മക്കൾ വിജയശ്രീ, ജയശ്രീ, വിഷ്ണു. മരുമക്കൾ അജി, ഗ്രീഷ്മ. സബീന. ദൃശ്യ ന്യൂസ്, ശാസ്താംകോട്ട.